Hi all, welcome back to World of Commerce. Today I would like to introduce the first chapter of Plus One Accounting, that is Introduction to Accounting. അക്കൗണ്ടിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ കണക്ക് എഴുതുക അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും അല്ലേ? കണക്ക് റെക്കോർഡ് ചെയ്യുന്നതിനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതെന്നാണ് നിങ്ങളൊക്കെ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സിമ്പിൾ ആക്ടിവിറ്റി അല്ല. ഇറ്റ് ഈസ് എ പ്രോസസ്. പ്രോസസ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. അക്കൗണ്ടിങ്ങിന് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, അതായത് AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്, AICPA ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇൻ 1914 AICPA defined accounting as an art of recording, classifying, summarizing. Accounting is an art of recording, classifying, summarizing എന്നാണ് AICPA പറഞ്ഞിരിക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. എന്തിനാണ് റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസിങ് ചെയ്യുന്നത്? It is an art of recording, classifying and summarizing the transactions and events. എന്താണ് ഈ ട്രാൻസാക്ഷൻസ്? Transaction means dealings in the business which value can be measurable in terms of money. പണത്തിൻ്റെ മൂല്യത്തിൽ കണക്കാക്കാൻ പറ്റുന്ന ബിസിനസ്സിൽ നടത്തുന്ന ഡീലിങ്സിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഈ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആർട്ട്. എങ്ങനെ വേണോ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യേണ്ടതാണെന്നാണോ അവർ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ. എങ്ങനെയായിരിക്കണം? പ്രാധാന്യമനുസരിച്ച്. അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് മണി. ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു സിഗ്നിഫിക്കൻ്റ് മാനറിലായിരിക്കണം. അതുപോലെ ഇൻ ടേംസ് ഓഫ് മണി. നമ്മളൊരു ട്രാൻസാക്ഷൻ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മോണിറ്ററി ടേംസേ എഴുതാവുള്ളൂ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ പർച്ചേസ് ഫോർ ഫർണിച്ചർ ഫോർ ഓഫീസ് യൂസ്. ബിസിനസ്സിലെ ഓഫീസ് യൂസിന് വേണ്ടി 4 ഫർണിച്ചർ പർച്ചേസ് ചെയ്തെന്ന് വിചാരിച്ചു. ഒരിക്കലും നമ്മൾ അക്കൗണ്ട് ബുക്കിൽ 4 ഫർണിച്ചർ പർച്ചേസ് ചെയ്തെന്ന് എഴുതില്ല. പകരം പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹50,000. ഇപ്പോൾ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടി കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തൊരു 10 കമ്പ്യൂട്ടേഴ്സ് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കൂ. ഒരിക്കലും 10 കമ്പ്യൂട്ടേഴ്സ് പർച്ചേസ് ചെയ്തു എന്ന് എഴുതില്ല. പകരം പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ഫോർ ₹1,00,000. കണ്ടോ? ഇൻ ടേംസ് ഓഫ് മണിയാണ് നമ്മൾ എപ്പോഴും അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? സിഗ്നിഫിക്കൻ്റ് മാനറിലായിരിക്കണം. അതുപോലെ ഇൻ ടേംസ് ഓഫ് മണി. പിന്നെ ഈ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻസിൻ്റെ എ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഈ ട്രാൻസാക്ഷൻ്റെ ഒരു ഭാഗമെങ്കിലും ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതായിരിക്കണം, പണസംബന്ധമായ കാര്യങ്ങൾ ഉള്ളതായിരിക്കണം എന്നും AICPA പറയുന്നുണ്ട്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. നമ്മൾ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ, ഇൻ്റർപ്രറ്റ് ചെയ്യണം, വിശദീകരിക്കണം, വിശകലനം ചെയ്യണം എന്നും AICPA ഡെഫിനിഷനിൽ പറയുന്നു. എന്തൊക്കെയാണ്? AICPA defined accounting as an art of
recording, classifying, summarizing in a significant manner and in terms of money the transactions and events which are a part at least of financial character and interpreting the result thereof. ഇങ്ങനെയാണ് AICPA അക്കൗണ്ടിങ്ങിന് തന്നിരിക്കുന്ന ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആക്ടിവിറ്റി അല്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഓക്കെ, നമ്മളിപ്പം AICPA തന്ന ഡെഫിനിഷൻ പറഞ്ഞു അല്ലേ? അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് പറഞ്ഞ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ്, അക്കോർഡിംഗ് ടു AICPA, accounting is an art of recording, classifying, summarizing in a significant manner and in terms of money the transactions and events which are a part at least of financial character and interpreting their result thereof എന്നാണ് നമ്മൾ AICPA തന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഇനി അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ AAA എന്താണ് ഫുൾ ഫോം? അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ defined accounting as the process of identifying, measuring and communicating economic information. അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ പറയുന്നത് അക്കൗണ്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫയിങ്. ഇവിടെ മറ്റൊരു സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഐഡൻറ്റിഫയിങ് ബിസിനസ് ട്രാൻസാക്ഷൻ. അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം, ദെൻ മെഷർ ചെയ്യണം, അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊടുക്കണം. ഈ ഇൻഫർമേഷൻ ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവർക്കെല്ലാം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊടുത്തെങ്കിലേ അക്കൗണ്ടിങ് ആകൂ, അക്കൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് ആകൂ എന്നാണ് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഡെഫിനേഷനിൽ പറയുന്നത്. AAA അതായത് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ ഡിഫൈൻഡ് അക്കൗണ്ടിങ് ആസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിംഗ് and communicating economic information to permit informed judgments and decision by users of information. ഇതിൻ്റെ ഡിസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിന് സഹായിക്കുന്ന തരത്തിൽ ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും മെഷർ ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ടാണ് അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ അക്കൗണ്ടിങ്ങിനെ പറയുന്നത്. അപ്പം നമ്മൾ രണ്ട് ഡെഫിനിഷൻ പഠിച്ചു. AICPAയുടെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സിൻ്റെ, അതാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഡെഫിനിഷൻ. ഈ ഫുൾ ഫോം നിങ്ങൾ ഓർത്തിരിക്കുക, AAA അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ. ഓക്കെ, ഇതിൽ നിന്ന് ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് അക്കൗണ്ടിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ആരും റെക്കോർഡിംഗ് എന്ന് വിചാരിക്കരുത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡൻറ്റിഫയിങ് ബിസിനസ് ട്രാൻസാക്ഷൻ, ഐഡൻറ്റിഫയിങ് ദ ട്രാൻസാക്ഷൻസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡൻറ്റിഫയിങ്. ദെൻ മെഷർമെൻറ്റ്. ഐഡൻറ്റിഫയിങ് മീൻസ് ഡിറ്റർമിനിങ്. ഏത് ട്രാൻസാക്ഷൻ വേണം നമ്മൾ അക്കൗണ്ട് ബുക്കിൽ എഴുതേണ്ടത്, അത് ഡിറ്റർമിൻ ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ മെഷർമെൻറ്റ്, ക്വാണ്ടിഫിക്കേഷൻ അല്ലേ, മെഷർമെൻറ്റ് ഓഫ് ദിസ് ട്രാൻസാക്ഷൻ. തേർഡ് വൺ ആണ് റെക്കോർഡിംഗ്. ദെൻ classifying, then summarizing, then interpreting, last one communicating. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ അക്കൗണ്ടിങ് ചോദിച്ചാൽ ഐഡൻറ്റിഫയിങ് ബിസിനസ് ട്രാൻസാക്ഷൻ, ദെൻ മെഷർമെൻറ്റ്. നിങ്ങൾ ചില ടെക്സ്റ്റിലൊക്കെ ഐഡൻറ്റിഫയിങ് റെക്കോർഡിംഗ് എന്നായിരിക്കും, ഈ മെഷർമെൻറ്റിന് അത്ര പ്രാധാന്യം കൊടുത്ത് കാണില്ല. എങ്കിലും നിങ്ങൾ മൈൻഡിൽ ഓർത്തിരിക്കുക, ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക ഏതൊക്കെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനാണ് അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണിത്. ദെൻ അതിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ, അവിടെയാണ് മെഷർമെൻറ്റ് വരുന്നത്. അതിനുശേഷം ഈ ട്രാൻസാക്ഷൻ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നു, രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, ദെൻ സമ്മറൈസ് ചെയ്യുന്നു, പിന്നെ വിശകലനം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതിനുശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം സ്റ്റെപ്സ് മനസ്സിലായല്ലോ, ഇത്രയുമാണ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഇനി ഇത് ആർക്കൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ആർക്കൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളത്, അവരെ നമുക്ക് എന്ത് പേര് വിളിക്കാം? യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് വിളിക്കാം. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ആരൊക്കെയായിരിക്കും ഈ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്?
അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുള്ളവരെയാണ് നമ്മൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് ബിസിനസ്സിനുള്ളിലുള്ളവരും ആകാം, ബിസിനസ്സിന് പുറത്തുള്ളവരുമാകാം. ബിസിനസ്സിനുള്ളിലുള്ളവരെ നമുക്ക് ഇന്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഇന്റേണൽ യൂസേഴ്സ്. ബിസിനസ്സിന് പുറത്തുള്ള ബിസിനസ് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരെ, ബിസിനസ്സിന്റെ നെറ്റ് റിസൾട്ട് അറിയാൻ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് ബാലൻസ് ഷീറ്റിന്റെ പൊസിഷൻ, അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും പൊസിഷനൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ, അവരെയാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. ബിസിനസ്സിനുള്ളിലുള്ളവരെയാണ് ഇന്റേണൽ യൂസേഴ്സ് എന്നും പുറത്തുള്ളവരെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും വിളിക്കും. ഉണ്ടോ? യൂസേഴ്സ് തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ബിസിനസ്സിനുള്ളിലുള്ളവരാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരൊക്കെ വരും അതിൽ? ഓണേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ ബിസിനസ്സിനുള്ളിലുള്ളവരെല്ലാം ഇന്റേണൽ യൂസേഴ്സ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെ ആയിരിക്കും? ഗവൺമെന്റ് കാണും, ഇൻവെസ്റ്റേഴ്സ് കാണും, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ, ബിസിനസ്സിന്റെ ഓഹരികളൊക്കെ പർച്ചേസ് ചെയ്തിരിക്കുന്നവർ ഇൻവെസ്റ്റേഴ്സ്. അതുപോലെ ക്രെഡിറ്റേഴ്സ്, ദെൻ ബാങ്ക്, ബിസിനസ്സിന് ലോൺ കൊടുത്ത ബാങ്കിന്, ഇങ്ങനെ പുറമേ ഉള്ള ട്രേഡ് യൂണിയൻസ്, അങ്ങനെ ബിസിനസ്സിന് പുറത്തുള്ള ആർക്കൊക്കെ ബിസിനസ്സിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നെറ്റ് റിസൾട്ട് അറിയാൻ താല്പര്യമുണ്ടോ അവരെ എല്ലാം നമുക്ക് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് വിളിക്കാം. ബിസിനസ്സിനുള്ളിലുള്ള ആൾക്കാരെ ഇന്റേണൽ യൂസേഴ്സ് എന്നും വിളിക്കാം. അപ്പോൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മളിപ്പം പറഞ്ഞു അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡൻറ്റിഫൈയിങ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ദെൻ മെഷർമെൻറ്റ്, റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇൻ്റർപ്രറ്റിംഗ്, ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സിനെ ഇങ്ങനെ കാണിക്കാം. ഒന്ന് ശ്രദ്ധിച്ചേ. അക്കൗണ്ടിങ് പ്രോസസ്. അക്കൗണ്ടിങ് ലിങ്ക്സ്. ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുന്നു. അക്കൗണ്ടിങ് ലിങ്ക്സ് ഡിസിഷൻ മേക്കേഴ്സ് വിത്ത് എക്കണോമിക് ഈവൻറ്റ്സ് ആൻഡ് their റിസൾട്ട്സ്. അക്കൗണ്ടിങ് ലിങ്ക്സ് ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കേണ്ട ആൾക്കാർ, അതായത് ഇന്റേണൽ യൂസേഴ്സും വരും, അതിൽ എക്സ്റ്റേണൽ യൂസേഴ്സും വരും. അവരെ എക്കണോമിക് ഇവന്റ്സുമായിട്ടും അതിന്റെ റിസൾട്ടുമായിട്ടും, അതായത് ബിസിനസ് ട്രാൻസാക്ഷനും അതിന്റെ റിസൾട്ടും അല്ലേ നമ്മൾ അക്കൗണ്ട് ബുക്ക് തയ്യാറാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതൊക്കെ. ആ റിസൾട്ടുമായി ലിങ്ക് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്സ്. എങ്ങനെ പറയാം? ആദ്യം എക്കണോമിക് ഈവൻറ്റ്സ് കണ്ടോ, ത്രൂ അക്കൗണ്ടിങ് പ്രോസസ് communicate to decision makers, that is internal and external users. അവരെയാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അക്കൗണ്ടിങ് പ്രോസസ്സിനെ സിംപ്ലി ഇങ്ങനെ പറയാം: അക്കൗണ്ടിങ് ലിങ്ക്സ് ഡിസിഷൻ മേക്കേഴ്സ് വിത്ത് എക്കണോമിക് ഈവൻറ്റ്സ് ആൻഡ് their റിസൾട്ട്സ്. അതായത് എക്കണോമിക് ഈവൻറ്റ്സിനെ അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെ ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു? ഡിസിഷൻ മേക്കേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പം നമ്മളിന്ന് വളരെ കുറച്ച് ടോപ്പിക്കേ പഠിച്ചിട്ടുള്ളൂ. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, ദെൻ സ്റ്റെപ്സ് ഇൻ അക്കൗണ്ടിങ്, ദെൻ അക്കൗണ്ടിങ് പ്രോസസ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.